എൻ്റെ അച്ഛനൊരു ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചായയിൽ മധുരം ഇടില്ല, പക്ഷെ ബാക്കി എല്ലാ മധുരമുള്ള സാധനങ്ങൾ കഴിക്കും. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഞാനും കണ്ടിട്ടുള്ള ഇത് തന്നെയാണ്. മോസ്റ്റ്ലി പേഷ്യൻറ്റ് ഷുഗർ ഇടത്തില്ല, പക്ഷെ ബാക്കിയെല്ലാം കഴിക്കും. ചോറ് നല്ലപോലെ കഴിക്കും. അതാണ് ഇവിടെ ഉള്ളൊരു പാറ്റേൺ. ചപ്പാത്തി ആണെങ്കിൽ അതും കൂടുതൽ കഴിക്കും. ഒരു ഡയറ്റ് ഒരു ബാലൻസ്ഡ് പോകുന്നു, അതാണ് നമ്മുടെ റിക്വയർമെന്റ്. എല്ലാം ഉണ്ടാവണം, പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ് മൂന്നും ഉണ്ടാവണം എന്നുള്ളതാണ്. ശരി, അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ ഒ.പിയിൽ? എല്ലാ ദിവസവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് വരാറ്. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു കൺസെപ്റ്റിന്റെ പ്രശ്നമുണ്ട് കേരളത്തിൽ. നമ്മളുടെ ധാരണ എന്ന് വെച്ചാൽ ഷുഗർ എന്ന് വെച്ചാൽ പഞ്ചസാര ഒഴിവാക്കാന്നാണ്. അന്നേരം അതിലൊരു ചെറിയ സയൻസ് ഞാൻ പറയാം. ഈ ഒരു സ്പൂൺ പഞ്ചസാര എടുത്താൽ ഒരു 5 ഗ്രാം ഷുഗറാണ് ഉള്ളത്. പക്ഷേ നമ്മളിപ്പം ഒരു ചെറിയ മാങ്ങ കഴിച്ചു എന്ന് വെച്ചോ, നല്ല മീഡിയം സൈസ് 250 ഗ്രാമുള്ള മാങ്ങ എടുത്താൽ ഒരു 40 to 46 ഗ്രാം ഷുഗർ അതിലുണ്ട്. പിന്നെ ഒരു ചപ്പാത്തി എടുത്താൽ ഒരു 15 ഗ്രാം ഷുഗർ ഇക്വലന്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു അരിഭക്ഷണമാണെങ്കിലും ഗോതമ്പാണെങ്കിലും അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാം. പലപ്പോഴും ഈ തെറ്റിദ്ധാരണ കാരണമാണ് നമ്മുടെ രോഗികളുടെ കൺട്രോളിന്റെ പ്രശ്നം കാണുന്നത്. എനിക്ക് തോന്നുന്നു ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി ഒരു 5-10 എണ്ണം കഴിക്കും, അങ്ങനത്തെ ഒരു രീതി കാണാറില്ല. പിന്നെ ചാമേരി കൊണ്ട് ചോറ് കഴിക്കും, റാഗി മാറ്റി കഴിക്കും, പക്ഷെ ഇതൊന്നും എണ്ണം കുറയ്ക്കില്ല. പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതിന്റെ അളവ് കുറച്ചാലാണ് നമുക്ക് ഗ്ലൂക്കോസിന് കൺട്രോൾ ഉണ്ടാവും. ശരി, ഈ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും എത്രത്തോളം അതിൽ സത്യമുണ്ട്? പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അപ്പോൾ നേരത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ്. അപ്പോൾ അതായത് നമ്മുടെ ഷുഗർ ബോർഡർ ലൈൻ കൂടുന്ന, ഗ്ലൂക്കോസ് ലെവൽ ബോർഡർ ലൈൻ കൂടുന്ന അവസ്ഥയാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മൾ യൂഷ്വലി പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കാറില്ല, അവരോട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് പറയുക. അതായത് വെയിറ്റ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ, പിന്നെ ഡയറ്റ് നന്നായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഡയറ്റിൽ ഇപ്പം വിഷ്ണുപ്രിയം ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഡയറ്റ് പ്രിൻസിപ്പിൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഇപ്പം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക, വെജിറ്റബിൾസ് കൂട്ടുക, ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ഡയറ്റ്, അതുപോലെ തന്നെ എക്സസൈസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയറ്റ്, എക്സസൈസ് ഇത് രണ്ടുമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന നമ്മൾ പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ നിന്ന് ഡയബറ്റീസ് സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും തീർച്ചയായിട്ടും. ആൻഡ് ഇപ്പോൾ ഒരു 2-3 ഹാബിറ്റ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പോവാണ് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻ്റ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഓവർ ഈറ്റിംഗ് പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെ ഒരു ലിമിറ്റിൽ കഴിക്കണം. ഡെയിലി ആ ഒരു പാറ്റേണിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഏറ്റവും ബെസ്റ്റ്. ടൈമിൽ ഫുഡ് കഴിക്കണം. മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറേ നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പാടില്ല. ഫാസ്റ്റിംഗ് ഒക്കെ നമുക്ക് റിക്കമെൻഡഡ് വേയിലാണ് ചെയ്യേണ്ടത്, ആ ഒരു രീതിയിൽ തന്നെ പോകണം. പിന്നെ എക്സസൈസ് മസ്റ്റ് ആണ്. ഡെയിലി ഒരു പറ്റുവാണെങ്കിൽ ഒരു 30-45 മിനിറ്റ്സ് എങ്കിലും വാക്ക് ചെയ്യാൻ നോക്കണം, 5 ദിവസം എങ്കിലും ഒരു വീക്കിൽ, അത്രയെങ്കിലും മിനിമം. ശരി, ഇപ്പോൾ ഈ എക്സസൈസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു എക്സസൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി അല്ലെങ്കിൽ മൂവ് ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും ഒരു ഡയബറ്റിക് പേഷ്യന്റിന്? ഡയബറ്റീസിൽ എപ്പോഴും മൂവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയബറ്റീസിന്റെ മെയിൻ കാരണം നമ്മൾ സംസാരിക്കുന്ന ടൈപ്പ് 2 പ്രമേഹമാണ്. എക്സസൈസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഭക്ഷണം കൂടുതൽ ഓവർ ഈറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ടൈപ്പ് 2 പ്രമേഹമാണ്, അതായത് പ്രായമുള്ള ആൾക്കാരിൽ കാണുന്ന പ്രമേഹം. അതിലിപ്പോൾ നമ്മൾ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അവർക്ക് ബോഡിയിൽ ഇൻസുലിൻ കൂടുതലായിരിക്കും, പക്ഷെ അത് വർക്ക് ചെയ്യില്ല പ്രോപ്പർലി. ഇൻസുലിൻ നമുക്ക് ഷുഗർ കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഇൻസുലിൻ്റെ വർക്ക് ചെയ്യുന്ന ക്ഷമത കൂടും. അന്നേരം അവർക്ക് കുറച്ചുകൂടി ബെറ്റർ കൺട്രോൾ കിട്ടും. അന്നേരം അതിന് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്കൊരു കിതപ്പ് വരുന്ന ഒരു രീതിയിലുള്ള ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറയും. വളരെ കൂടിയ വ്യായാമം, വളരെ മെല്ലെ ഒരു നടത്തമൊന്നും മതിയാവില്ല. ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറയും. കിതപ്പ് വരും, നമുക്ക് പറയുന്ന കുറച്ചൊരു ഡിഫിക്കൽട്ടി വരുന്ന ഒരു ലെവലിലുള്ള എക്സസൈസ് ആണ്, കുറച്ച് സ്വെറ്റ് ചെയ്യും. ആ ഒരു വ്യായാമമാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഒരു 5 ടൈംസ് ഒരു 150 മിനിറ്റ്സ് പെർ വീക്കാണ് പറയുന്നത്. പിന്നുള്ളത് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യുന്ന ചെറിയ വ്യായാമങ്ങൾ, റെസിസ്റ്റൻസ് ട്രെയിനിങ്, ഇത് നമ്മൾ എയറോബിക് എക്സസൈസ് ആണ് പറയണത്. പക്ഷെ മസിൽ ബിൽഡ് ചെയ്യുന്ന എക്സസൈസ് ആണെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും ആഴ്ചയിൽ ഒരു 20-30 മിനിറ്റ് ഒരു 2-3 തവണ ചെയ്യുന്നത് യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഈ സാർക്കോപ്പീനിയ, മസിൽ വീക്ക് ആവുന്ന ഒരു പ്രവണത വരും. പൊതുവെ നമ്മുടെ ഭക്ഷണത്തിൽ കേരളത്തിലൊക്കെ പ്രോട്ടീൻ കുറവാണ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഈ മസിലിന് ശക്തിക്കുറവ് വരുന്നതുകൊണ്ട് തന്നെ പ്രായം ആവുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സാർക്കോപ്പീനിയ എന്ന് പറയും. ഡയബറ്റീസും ഈ മസിലിന് വീക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വ്യായാമം, എസ്പെഷ്യലി മസിൽ ബിൽഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയും, നമ്മൾ അത് ചെയ്യുന്നത് നന്നായിരിക്കും.
ഓക്കെ. ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഡയബറ്റീസ് കൂടി വരുന്നു എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് യങ്സ്റ്റേഴ്സ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഡയബറ്റീസ് ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് മുമ്പ് ഒരു 25-30 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ടൈപ്പ് 2 പ്രമേഹം മുമ്പ് കണ്ടുവന്നിരുന്നത്. ഇപ്പം നമുക്ക് വളരെ ഏർലി ആയിട്ട് തന്നെ മേ ബി ഒരു 20s ലേറ്റ് 15 ശേഷമൊക്കെ തന്നെ 20ക്ക് മുമ്പ് തന്നെ നമുക്ക് ടൈപ്പ് 2 പ്രമേഹം കുട്ടികളിൽ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളുടെ ഈ മാറുന്ന ജീവിതശൈലി, നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അതൊക്കെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ സ്ട്രെസ്സ്, ഈ കുട്ടികൾക്ക് തന്നെ സ്ട്രെസ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ സ്ട്രെസ്സ് കൂടി വരുന്ന, അപ്പോൾ സ്ട്രെസ്സും ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസും അതുപോലെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസൊക്കെ കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. നമുക്ക് ഈസിലി നമ്മളുടെ ഹൈ കാലറി ഫുഡിന് ഈസിലി നമുക്ക് അവൈലബിൾ ആണിപ്പം എല്ലാ സ്ഥലത്തും. ഇപ്പം പുറമേ നമ്മൾ കണ്ടുവരുന്ന റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ ഇതെല്ലാം ചെറിയ ചെറിയ സ്ഥലത്ത് വരെ ഇപ്പം നമുക്ക് ആക്സസിബിൾ ആണ്. അതൊരു കാരണമാണ്. പിന്നെ എക്സസൈസ് ഇല്ലാതെ നിൽക്കുന്നത്, സ്ട്രെസ്സ്, ജോബ്, ഇപ്പം യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ജോബ് പ്രഷർ, അതെല്ലാം ഡയബറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. ഓക്കെ. ഇവരെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഡിഫിക്കൽട്ടാണ് നമുക്ക്. അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലും അവർ ശ്രദ്ധിക്കണം എന്താണ് അവരുടെ എവിടെയാണ് പ്രോബ്ലം വരുന്നത്. ബേസിക്കായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡയറ്റ്, എക്സസൈസ് ഇത് രണ്ടുമാണ് വരുന്നത്. പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിനും അതിനനുസരിച്ച്, ഇപ്പം ഒബീസ് ആയിട്ട് ഇപ്പം വണ്ണം കൂടിയിട്ടുള്ള ആളുകളാണെങ്കിൽ വേറൊരു ഇത് വരുന്നത്, വണ്ണം കൂടുമ്പോൾ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്, കുറുക്കം വലിയുമായി ബന്ധപ്പെട്ട അസുഖം. അപ്പോൾ ആ കുറുക്കം വലി രോഗം ഉണ്ടാകുമ്പോൾ അതും നമ്മളുടെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. അപ്പോൾ നമ്മൾ ഡെയിലി എല്ലാവരും ഇപ്പം യൂഷ്വലി യങ്സ്റ്റേഴ്സ് തന്നെ ജിമ്മിലും ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക. അപ്പോൾ കുട്ടികളിൽ തന്നെ നമ്മൾ ആ ഒരു എക്സസൈസിൻ്റെയും ഡയറ്റിൻ്റെയും ഒരു ഇത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പാരൻസ് തന്നെ അത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പാരൻസ് കറക്റ്റായിട്ട് ഡയറ്റും എല്ലാം ഫോളോ ചെയ്ത് നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളും ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ അവർക്കൊരു എക്സാമ്പിളായിട്ട് നിൽക്കാൻ നോക്കുക. പിന്നെ സ്കൂളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരത്തും ഹൈ കാലറി ഫുഡ്, ബിവറേജസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹൈ കാലറി സ്വീറ്റ്നസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ ഈ കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഷുഗർ ബോർഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പാരൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പേരൻസ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ TV കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാൻ സമ്മതിക്കല്. രണ്ടാമത് പ്രോപ്പർ സ്ലീപ്പ് വേണം, ഉറക്കം ശരിയാവണം. കളിക്കാൻ ഡെയിലി ഒരു 1 മണിക്കൂറെങ്കിലും വിടണം കുട്ടികളാകുമ്പം. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ 5 സെർവിങ്സ് അതൊക്കെ നമുക്ക് അലൗഡ് ആണ്. അപ്പോൾ അത് ഫ്രൂട്ട്സും നട്ട്സും അതൊക്കെ കൂടുതൽ കൊടുക്കണം. പ്രോട്ടീൻ ഇൻടേക്കും അഡിക്വേറ്റ് വേണം. അതിൻ്റെ കൂടെ കുട്ടിക്ക് സ്കൂളിൽ തന്നെ ഒരു കരിക്കുലം ഉണ്ടെങ്കിൽ അതിനകത്ത് സ്പോർട്സും ആക്ടിവിറ്റീസും കൂടുതലുണ്ടാവണം. ടീച്ചിങ് മാത്രമല്ല, ഹെൽത്തിനെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി വേണ്ടത്. ഓക്കെ. ഇപ്പം ഈ ഒബേസിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടായിരിക്കും അല്ലേ ക്ലിനിക്കിലേക്കൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരൊന്ന് ടാക്കിൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? കുട്ടികളുടെ ഈ അമിതവണ്ണം വളരെ സാധാരണമാണ്. അപ്പോഴതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് വെച്ചാൽ കൗൺസിലിംഗ് ആണ്. ഒന്ന് മെഡിക്കേഷൻസിന് സാധാരണ രീതിയിൽ ഈ ഒരു പ്രമേയത്തിൽ ടൈപ്പ് 2 പ്രമേയത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് അധികം മെഡിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ കുട്ടികളെയും രക്ഷിതാക്കളെയും ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അന്നേരം ഇതിൽ കുട്ടികളെ പോലെ തന്നെ നമ്മളുടെ കൗൺസിലിങ്ങിന്റെ നല്ലൊരു ടൈം രക്ഷിതാക്കൾക്ക് കൊടുക്കണം. അവരുടെ അടുത്ത് എങ്ങനെയാണ് പൊതുവേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡായിട്ട് അവരുടെ ഭക്ഷണത്തിന്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ കഴിക്കുന്നു, അതിൻ്റെ ഒരു ഫുഡ് ലോഗിംഗ് എന്ന് പറയും. അതൊരു ഡയറി പോലെ കീപ്പ് ചെയ്യാം. അത് നോക്കിയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കൂടുതൽ കഴിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ ടോട്ടൽ ഫുഡിൽ അളവ് കൂടുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു കാരണം വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ ഒബ്വിയസ് ആണ്. നമ്മളിപ്പം കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണം സാധാരണ രീതിയിൽ നമ്മൾ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഒരു നേരം എടുക്കുന്നതന്നെ ശരിക്കും ഒരു 2-3 ആക്കുള്ള ഭക്ഷണമാണ് നമ്മൾ ഒരാൾ കഴിക്കുന്നത്. പക്ഷേ പേഷ്യൻസിനോട് ചോദിച്ചാൽ പറയും നമ്മൾ സാധാ ഭക്ഷണമാണ് കഴിക്കുന്നത്. സാധാ ഭക്ഷണം പക്ഷേ കൂടുതലാണെന്നുള്ള ഒരു അവയർനെസ് പേഷ്യന്റിന് കൊടുക്കലാണ് ആദ്യത്തെ പടി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് എപ്പോഴും ഫാമിലിയിൽ
ഭയങ്കരമായിട്ട് ഒരു ഇൻവോൾവ്മെൻ്റ് ആയിട്ട്, അതായത് കുട്ടികളുടെ കൂടെ രക്ഷിതാക്കളും കൂടി ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം കുട്ടികൾക്ക് തടിയുണ്ട്, ഒരു കുട്ടിക്ക് തടിയുണ്ട്, പക്ഷെ മറ്റേ കുട്ടി മെലിഞ്ഞിട്ടാണ്, അന്നേരം അവന് ഓവർഫീഡ് ചെയ്യും, ഇവന് ഭക്ഷണമൊക്കെ കുറയ്ക്കും. അങ്ങനെ പാടില്ല. അന്നേരം നമ്മളെപ്പോഴും പറയേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഭക്ഷണ രീതി നമ്മൾ പറയുന്ന ഡയബറ്റീസിന്റെ ഭക്ഷണ രീതിയല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ, അതായത് ഇത് ഡയബറ്റീസുള്ള കുട്ടിയാണെങ്കിലും ഡയബറ്റീസ് ഇല്ലാത്ത കുട്ടിയാണെങ്കിലും പാരൻസ് കഴിക്കുന്നത് കുട്ടികൾ കഴിക്കുന്നത് എന്താണോ അതാണ് പാരൻസും കഴിക്കേണ്ടത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കും അസുഖങ്ങൾ ഒഴിവാക്കാം. ഇപ്പം ഞാൻ കാണുന്ന പല അസുഖങ്ങളും കുട്ടികളെയും കാണുന്നുണ്ട്, നമ്മുടെ പ്രായമുള്ള ആൾക്കാരെയും കാണുന്നുണ്ട്. എൻഡോക്രിനോളജി അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് 2 ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും കാണാം. അപ്പോൾ ഇതിൽ ഈ പാരൻസിന് പലപ്പോഴും കുറച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ നോക്കാത്തതുകൊണ്ട് ഫാറ്റി ലിവറും മദറിന് PCOD ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായ ഡയബറ്റീസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് ആക്ച്വലി ഇൻഡയറക്ട്ലി ബെനിഫിറ്റ് ദം. അന്നേരം നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് കൂടി മാറ്റങ്ങൾ വരുത്തുന്നുമുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഫാമിലി ചെയ്യാൻ വളരെ എളുപ്പമാണ്. എൻ്റെ ഫാമിലി ഞാൻ ചെയ്യാറുണ്ട്. അത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കും. കാരണം ഒരാൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ മറ്റേയാൾ ദേ കുഡ് മോട്ടിവേറ്റ്. അന്നേരം പാരൻസും കുട്ടികളും കൂടി ഗ്രൂപ്പായിട്ട് ഇരുന്ന് വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അന്നേരം അത് കുറച്ചുകൂടി നമുക്ക് ആ ഇൻട്രസ്റ്റ് കൂട്ടും. പിന്നെയുള്ളത് ഭക്ഷണത്തെക്കുറിച്ചുള്ള പൊതുവെയുള്ള അവയർനെസ് നമ്മുടെ അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള റീസൺ തന്നെ നമ്മൾക്ക് ഭക്ഷണം എത്ര കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, പിന്നെ എത്ര സമയത്തേക്ക് നമ്മൾ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുന്ന വെച്ചാൽ ജിമ്മിൽ പോയിട്ട് 1 മണിക്കൂർ വർക്കൗട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് ഒരു 20-30 മിനിറ്റ് നമ്മൾ മോർണിംഗ് ഒരു മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം വ്യായാമം ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അത് വലിയൊരു എഫേർട്ടൊന്നും ഉണ്ട്. ഇവൻ വെയിറ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റ്സ് നമുക്കൊരു വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന വെയിറ്റ് ട്രെയിനിങ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഭയങ്കര കൂടുതലാണ്. അസുഖങ്ങൾ പലതും തടയാം. ഡയബറ്റീസ് മാത്രമല്ല, ഫാറ്റി ലിവർ തടയാം, PCOD തടയാം, കുറേ അസുഖങ്ങൾ തടയാൻ പറ്റും. ഓക്കെ.